ഉസ്താദെ ഞങ്ങൾക്ക് അന്യരോട് സലാം പറയാമോ? സ്ത്രീകൾ ചോദിക്കാറുള്ളതാണ്. അന്യരാകുന്ന വ്യക്തികളോട് സലാം പറയണമെങ്കിൽ അവിടെ നിബന്ധനയുണ്ട്. പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികളാണ്, വിധവകളോ അല്ലെങ്കിൽ പ്രായാധിക്യമെത്തിയതാകുന്ന ഉമ്മമാരോ അല്ലാത്തതാകുന്ന ചെറിയ പെൺകുട്ടികൾ, വിവാഹം കഴിച്ചവർ തന്നെ ആകട്ടെ, ചെറിയ പെൺകുട്ടി വലിയ പ്രായമൊന്നും എത്തിയിട്ടില്ല, ഒരു 10-40 വയസ്സിന് ചുവടെയുള്ളതാകുന്ന പ്രായത്തിലുള്ളതാകുന്ന സഹോദരിമാരാണ് എങ്കിൽ അവർ സലാം അന്യരോട് പറയൽ പാടില്ലാത്തതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് ഉസ്താദുമാരോടായിരുന്നാലും ശരി, ആരോടായിരുന്നാലും ശരി, സലാം പറയാൻ പാടില്ല. അന്യരാകുന്ന വ്യക്തികളോട് സലാം പറയാൻ പാടില്ല. അവർ സലാം മടക്കാനും പാടില്ല. ഇനി അവിടെ ഒരു മസലയുണ്ട്. ഇപ്പൊ ഉദാഹരണം, എന്നെ ചില ആളുകൾ ഫോൺ വിളിക്കും, അസറിന് ശേഷം ഫോൺ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഉസ്താദുമാരോട് മസല ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന വേളയിൽ ചിലപ്പോൾ കൂടെ ഭർത്താവ് ഉണ്ടാകും, അതുപോലെ തന്നെ മറ്റുള്ളതാകുന്ന ഒന്നിലധികം സ്ത്രീകൾ ഉണ്ടാകും. ഇപ്പോൾ ഒരു സദസ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒന്നിലധികം സ്ത്രീകൾ ഒരുമിച്ച് നിന്നിട്ട് അസ്സലാമു അലൈക്കും പറയാൻ, അവിടെ ഒരിക്കലും ഒരു ഭയപ്പാടിന്റെ പ്രശ്നമില്ല. കാരണം എന്താണ്? അവിടെ വേറൊരു വിചാരങ്ങളിലേക്കോ മറ്റൊരു ചിന്തയിലേക്കോ അല്ല, അവരവിടെ നിന്നിട്ട് അസ്സലാമു അലൈക്കും മറയിൽ നിന്നിട്ട് പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും ഒരു 5-8 ആളുകളുണ്ട്, അല്ലെങ്കിൽ 2-3 ആളുകളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സലാം മടക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. 40 വയസ്സിന് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏജ്. അതിന് മുകളിലോട്ടുള്ളതാകുന്ന പ്രായം ചെന്നതാകുന്ന ഉമ്മമാരുണ്ട്, 50 വയസ്സെത്തിയവർ, 60 വയസ്സെത്തിയവർ, 70 വയസ്സൊക്കെ പ്രായം ചെന്ന ഉമ്മമാര്. അവർ സലാം പറയുന്നു, അവർ മക്കളുടെ പ്രായമുള്ള വ്യക്തികളാണ്, അവരോട് സലാം പറയുന്നതിന് യാതൊരു വിഷയമില്ല. അവർക്ക് മടക്കുന്നത് കൊണ്ടും യാതൊരുവിധ പ്രശ്നമില്ല, അവരുടെ സലാം മടക്കുന്നതുകൊണ്ടും വിഷയമില്ല. അപ്പൊ അന്യരാകുന്ന വ്യക്തികളാണ് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാത്ത നമ്മുടെ കുടുംബത്തിലുള്ള എത്രയോ ആളുകളുണ്ട്, നമുക്ക് സലാം പറയാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഓരോ പ്രാവശ്യം അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താ ഇപ്പൊ ഈ സലാം പറയാ, എങ്ങനെ ഇപ്പൊ വീട്ടിൽ തന്നെ എങ്ങനെ സലാം പറയാം? ഒരു മറ നേരിട്ടാൽ നമുക്ക് വീണ്ടും സലാം പറയാമെന്ന്. ഉദാഹരണത്തിന് നമ്മൾ റൂമിലോട്ട് പോയി, റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയാം. അങ്ങനെയാണ് മസല. സലാം പറയുന്നതുകൊണ്ട് തെറ്റില്ല, നല്ല കൂലി ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതൊരു കളിതമാശയായിട്ട് എടുക്കാനല്ല, മറിച്ച് അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അപ്പുറത്തെ റൂമിലേക്ക്, അല്ലെങ്കിൽ രാവിലെ കാണുകയാണ് പരസ്പരം ഉമ്മായി വാപ്പയെ, അപ്പൊ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഒരു സലാം അടക്കട്ടെ. വാപ്പ അടുത്തുനിന്ന് ഉമ്മ അടുത്തുനിന്ന് ഒരു വലൈക്കും അസ്സലാം കിട്ടിയാൽ നീ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു നിന്റെ മേൽ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്, ദുആ ചെയ്യാൻ. ചെറിയ കാര്യമല്ല, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല, വലിയ പ്രതിഫലമാണ്, വലിയ നേട്ടമാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സലാമിന്റെ പ്രചാരകരാക്കുമാറാവട്ടെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ അനസേ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ നീ സലാം പറയണം. അതിന് ഗുണമെന്താണ്? യത്തുൽ ഉംറക, നിന്റെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിക്കും. എല്ലാവരുടെയും വീട്ടിലല്ല, നീ കാണുന്നവരോടൊക്കെ പറയാൻ നിനക്ക് ആയുസ് വർദ്ധിക്കും. എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെ കണ്ടാലും. ഇനി വീട്ടിൽ കടന്നിട്ട് സലാം പറഞ്ഞാലോ വീട്ടിൽ ബറക്കത്തുണ്ടാവും. അതാണ് അടുത്ത ഹദീസ്. ശ്രദ്ധിച്ചോ. എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെ കണ്ടാലും നീ സലാം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ ആയുസ് അല്ലാഹു വർദ്ധിപ്പിക്കും, നിനക്ക് ദീർഘായുസ് ലഭിക്കും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇദാ ദഖൽത ബൈതക ഫസല്ലിം അലൈഹിം, തീർച്ചയായിട്ടും നീ നിന്റേതാകുന്ന വീട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് നീ സലാം പറയണേ. അത് കാരണമായിട്ട് യക്സിറു ഖൈറക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഖൈർ വർദ്ധിപ്പിക്കും, നിങ്ങളുടേതാകുന്ന വീട്ടിൽ ബറക്കത്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങളാണ് നബി പറയാന്ന് പറഞ്ഞത്. 3 കാര്യങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഒളൂഇന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ നബി പറഞ്ഞതാണ്. അതിൽ ഒന്നാമത് നബി പറഞ്ഞത്, നീ എന്റെ ഉമ്മത്തിൽ നിന്ന് ആരെ കണ്ടാലും സലാം പറയണം, എങ്കിൽ നിന്റെ ആയുസ് വർദ്ധിക്കും. 2, നിന്റെ വീട്ടിൽ ചെന്നാൽ നീ സലാം പറയണം, നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാവും. വീട്ടുകാരോട് സലാം പറയും. വീട്ടുകാരോട് പറയേണ്ടതും വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ പറയേണ്ടതും രണ്ടും 2 രീതിയാണ്. രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയെടുത്തോണം, ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വീട്ടിൽ യാതൊരുവിധ ബറക്കത്തില്ല ഉസ്താദേ എന്ന് പറയുന്നവർക്കൊക്കെയാണ് ഇതാ ബറക്കത്തുണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് റസൂലുള്ളാഹി പറയുന്നത്. സലാം പറയുന്നതിലൂടെ അസ്സലാമു അലൈക്കും. കാരണം അതൊരു ദുആ ആണ്. അള്ളാഹു നിങ്ങളുടെ മേൽ രക്ഷയുണ്ട് തരട്ടെ.
എന്നൊരു പ്രാർത്ഥനയാണ്, ചെറിയ കാര്യമല്ല. ഇനി മൂന്നാമത്തത് അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയാൻ, വസല്ലി സ്വലാത്തൽ ളുഹാ, നീ എല്ലാ ദിവസവും ളുഹാ നമസ്കാരം നിർവഹിക്കണേ. തീർച്ചയായിട്ടും ഫഇന്നഹാ സ്വലാത്തുൽ അബ്റാരിൽ അവ്വാബീൻ, ഗുണവാന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈർ ബറക്കാത്തുകൾ ലഭിച്ചവരുടെ നമസ്കാരമാണ് ളുഹാ നമസ്കാരമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും നമുക്കറിയാം, ആ സമയം നമുക്കറിയാവുന്നതാണ്. രാവിലെ 8 മണി മുതൽ ഒരു 12 മണിക്ക് മുമ്പായിട്ടുള്ളതാകുന്ന നമസ്കാരം 2 റക്അത്ത് ളുഹാ നമസ്കാരം, ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് ളുഹാ നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. 2 നിസ്കരിക്കുന്നവരുണ്ട്, 4 നിസ്കരിക്കുന്നവരുണ്ട്. ഈ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഉസല്ലി സുന്നത്തുൽ ളുഹാ റക്അത്തൈൻ ലില്ലാഹി തആല, അറബിയിലാണെങ്കിൽ അങ്ങനെയാണ് ഇതിന്റെ നിയത്ത്. 2 റക്അത്ത് ളുഹാ നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. വീട്ടിൽ ചെയ്യേണ്ടതാണ്, വീട്ടിൽ നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ ഇതൊക്കെ. സുന്നത്ത് നിസ്കാരം രാവിലെ ഒരു 8 മണിയാവും സമയമാകുമ്പോഴത്തേക്കും അടുക്കളയിലേക്ക് കയറുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതിനിടയ്ക്കായിട്ട് മാഷാ അല്ലാഹ് തുടങ്ങിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും നല്ല ശ്രേഷ്ഠമായ സമയമാണത്. ഒരു 10 മണി 11 മണിക്ക് മുമ്പായിട്ട് നിസ്കരിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. 12 വരെ നിസ്കരിക്കാം, 12 സമയം വരെ നിസ്കരിക്കാം. എന്തായാലും ളുഹറിന് മുമ്പ് എന്തായാലും നിസ്കരിക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ സമയം ശ്രദ്ധിക്കുക, ഒരു 8 to 10 അതിനിടയിൽ നിസ്കരിക്കൽ ഏറ്റവും നല്ലതാണ്. 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 12 റക്അത്ത് വരെ നിസ്കരിക്കുന്നവരുണ്ട്. ഇതൊക്കെ നിത്യമായി ചെയ്യുന്നവരുണ്ട്. എല്ലാ ദിവസവും കൃത്യമായി 2 റക്അത്ത് വെച്ച് നിസ്കരിച്ചു പോയാൽ കിട്ടുന്ന നേട്ടം ചെറുതല്ല. ഇൻഷാ അല്ലാഹ് ളുഹാ നമസ്കാരത്തെക്കുറിച്ച് തന്നെ നമുക്ക് പറയണം. ഓരോ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വരും. അതിൽ ഇൻഷാ അല്ലാഹ് നമുക്കത് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹാ കൂടി ഉൾപ്പെടുത്തി. അത് ഗുണവാന്മാരുടെ നമസ്കാരമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് കഴിയുന്നവർ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് അതുകൂടി ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നവർ, അതൊക്കെ വലിയ തൗഫീക്ക് കിട്ടുകയാണ്, ചെറിയ കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ വലിയ നേട്ടമാണ്. അതൊക്കെ നിസ്കരിച്ച് വരുമ്പോഴേ അതിന്റെ നേട്ടങ്ങൾ നമ്മൾ മനസ്സിലാവുള്ളൂ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കി എടുക്കാനുള്ളതാകുന്ന അടുത്ത കാര്യം, ഓരോരുത്തർക്കും അവരവരുടെ വീട്ടിലുണ്ടായിരിക്കേണ്ട സാധനങ്ങളെ പറ്റി റസൂലുള്ളാഹി പറയുകയാണ്. ആടിനെ വളർത്തൽ വീട്ടിൽ ബറക്കത്തുണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. ആട് വീട്ടിലുള്ളവർ എത്ര പേരുണ്ട്? ആടില്ല ഉസ്താദെ, ഞങ്ങളുടെ വീട്ടിൽ ആടുന്നതാകുന്ന നല്ല കട്ടിലുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആടുള്ളവരെന്ന് പറഞ്ഞ ആട്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആരുമില്ലേ? അല്ലാഹുവേ പടച്ചവനെ, ളുഹാ നിസ്കാരം എപ്പോഴും നിസ്കരിക്കാറുണ്ട്. മാഷാ അല്ലാഹ്, നല്ലതാ. ആടിന്റെ കാര്യം ചോദിച്ചിട്ട് ആരും പറയുന്നില്ലല്ലോ. പറയും ഇൻഷാ അല്ലാഹ്. ആട് വീട്ടിലുള്ളവർ പറയും ഉണ്ട്. ബാദിഷ കോഴിയുണ്ട്. ആലിയ നൗഷാദ് ഒരതിനെ ചിരിക്കുന്നത്, ആടുന്ന കട്ടിലുണ്ടെന്ന് കേട്ടിട്ടാണ്? ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാ ഞാൻ പറഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റആ, ഒരൊറ്റ പ്രവാചകന്മാരും ഇല്ല, എല്ലാവരും ആടിനെ മേയ്ച്ചവരാണ്. ആടിനെ മേയ്ക്കുക എന്ന് പറയുന്നത് അമ്പിയാക്കളുടേതാകുന്ന സ്വഭാവ വിശേഷണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
എന്ന് പറഞ്ഞാൽ നേതൃപാഠവും ആഗ്രഹിക്കുന്നവർ, അതിന് വീടാകട്ടെ, നാട്ടിലെ പഞ്ചായത്തിൻ്റെതാകുന്ന പ്രസിഡന്റ് ആകട്ടെ, മെമ്പർ ആകട്ടെ, MLA ആകട്ടെ, മന്ത്രിയാകട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, ആരായിരുന്നാലും 10 പേർക്ക് മുന്നിൽ ജനസേവനം നയിക്കുന്നവരാകട്ടെ, റോൾ മോഡൽ നയിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ആടിനെ മേയിച്ചിരിക്കണമെന്നാണ്. മാമിൻ നബിയൻ ഇല്ലാ വഖദ് റഅ, ഒരൊറ്റ പ്രവാചകന്മാരുമില്ല ആടിനെ മേയ്ക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആടിനെ മേയ്ക്കുന്നവരാണ്. ആടിനെ മേയ്ച്ചാൽ സ്വഭാവം നന്നാവും, നമ്മളുടെ സ്വഭാവം നന്നാവും, വിനയം കൂടുമെന്നാണ്. അതോടൊപ്പം തന്നെ എന്തും ക്ഷമിക്കാനുള്ള സഹനശക്തി കിട്ടും, നേതൃപാഠവും ഉണ്ടാവും. മറ്റുള്ളവർ ചിലപ്പോൾ ആടിന്റെ സ്വഭാവം ഇങ്ങോട്ട് നമ്മൾ കയറി പിടിച്ച് വലിക്കുമ്പോൾ ആട് ഇങ്ങനെ പിടിച്ചു നിൽക്കും, വരൂല അങ്ങോട്ട്. മനസ്സിലായില്ലേ? അപ്പൊ നല്ല ക്ഷമ വേണം. ആടിനെ മേയ്ക്കുന്നവർക്ക് നല്ല ക്ഷമയാണ്. ആടാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. ആടിന് ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ അതിൽ ഗുണങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനെ മേയിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കും. ആടിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത് ബറക്കത്തുള്ളതാകുന്ന വസ്തുവായിട്ടാണ്. ശ്രദ്ധിക്കണേ നിങ്ങൾ, വീട്ടിൽ ബറക്കത്തുണ്ടാക്കിയെടുക്കുന്നതിനുള്ള കാര്യം പൊടിക്കൈകളാണ് ഈ പറയുന്നത്. ഒരു വീട്ടിൽ ബറക്കത്തുണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേയിച്ചവരാണ്. എത്രയോ വർഷങ്ങൾ ആട് മേയിച്ച് നടന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി മാത്രമല്ല, എല്ലാ അമ്പിയാക്കളും ആടിനെ മേയിച്ചിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും ആടിനെ മേയിച്ചിട്ടുണ്ട്. 3 ആടുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. 4 എണ്ണം ഉണ്ട്. ആടിന്റെ എണ്ണം പറയണോ അതോ ഇരുന്ന് ലാഹോലല്ലോ ആണോ? അള്ളാഹ്ക്കറിയാം. 3, 4 എന്നൊക്കെ പറയുന്നുണ്ട്, പടച്ചവനറിയാം. ലാഹോലയുടെ എണ്ണം ഇട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഖദീജ 123. 8 ആടുണ്ട് ഉസ്താദെ. മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അള്ളാഹു ആക്കട്ടെ. ചിലപ്പോൾ ഇതിലുള്ളവർ ചിലപ്പോൾ ഇനി കണ്ണു വെച്ചിട്ട് എന്തെങ്കിലും അപകടം പിണയണ്ട. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളെ തൊട്ട് കാക്കട്ടെ. ആരും കണ്ണൊന്നും വെക്കല്ലേ. കണ്ണേർ വലിയ ഹക്കാണ്. അൽ ഐനു ഹഖുന്ന സയ്യിദുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ ആടിനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗവാക്കാകണം. ഒരാടിനെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പാല് കുടിക്കുക, നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുക, ആടിനെ മേയ്ക്കുക. ഒരാട് ഉണ്ടാവുക, അത് പെണ്ണാട് ഏറ്റവും നല്ലത്. പെണ്ണാടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഖൈറാണ്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക കേട്ടോ, ഹദീസ് അൻ ഉമ്മു ഹാനി റളിയല്ലാഹു തആല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹാ, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു ഹാനി ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാ, ഇത്തഖദീ ഗനമാ ഫഇന്ന ഫീഹാ ബറകതാ, ആടിനെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണേ ഉമ്മുഹാനിയെ. കാരണം അത് വലിയ ബറക്കത്തുള്ളതായ വസ്തുവാണ്, ബറക്കത്തുള്ള ജീവിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആട് വേണം, അത് ബറക്കത്താണ്. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, വീട്ടിൽ ബറക്കത്തുണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മൾ നല്ല ആട്ടിറച്ചി വാങ്ങിച്ചിട്ട് റാഹത്തായിട്ട് കഴിക്കാൻ 3 കിലോ വാങ്ങിച്ചിട്ട് കഴിക്കുക, അതാണ് പരിപാടി. കുടല് റോസ്റ്റ് ചെയ്ത് അടിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ലോക്ക്ഡൌണിന്റെ വേളയിലുള്ള പരിപാടികൾ. അതൊക്കെയാണ്. ആട് തിന്നു ഉസ്താദെ. ആട്ടിറച്ചി കിട്ടുവാണെങ്കിൽ റാഹത്തായിട്ട് ഒരു 5 കിലോ കിട്ടിയാലും കുഴപ്പമില്ല. ആടിനെ വളർത്ത വലിയ വിഷമമാണ്, വലിയ പാടാ അതിന്റെ പുറകെ നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പുറകെ നിൽക്കുമ്പോഴാണ് ബറക്കത്ത് വീട്ടിലുണ്ടാകുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. عن عروة بن البارقي رضي الله عنه قال الإبل عز لأهلها والغنم بركة لأهلها. ബഹുമാനപ്പെട്ട ഉറുവത്ത് ബിനുൽ ബാരിഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒട്ടകമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് വലിയ ഇസ്സത്ത് നൽകുന്നതായ വാഹനമാണ്. ഒരു കുടുംബത്തിൽ ഒരു ഒട്ടകമുണ്ട് എങ്കിൽ വലിയതാകുന്ന ഇസ്സത്ത് അവന് ലഭിച്ചവനാണ്. വൽ ഗനമു ബറകത്തുൻ, ആട് ഒട്ടകങ്ങൾ ഉള്ളതാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ ബറക്കത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഴയ കാലഘട്ടങ്ങളിൽ ഒട്ടകമെന്ന് പറയുന്നത് വലിയ ഇസ്സത്താണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒട്ടകമുള്ള ആള് വലിയ സംഭവമാണ്.
അപ്പൊ ഇന്നിപ്പോ അതിനോട് തുലനം ചെയ്യുകയാണെങ്കിൽ സത്യത്തിൽ ഏതാണത്? നല്ല വാഹനം, മുന്തിയ വാഹനം അല്ലെ, വലിയ ഇസ്സത്താണ് എല്ലാവർക്കും അവരുടെ കുടുംബത്തിൽ. സംഭവം ഓടിയില്ലേലും കുഴപ്പമില്ല, ലോക്ക്ഡൌൺ ആണ്, സംഭവം പൂട്ടിയിട്ടാലും കുഴപ്പമില്ല, വീട്ടുമുറ്റത്ത് കിടക്കുന്നത് തന്നെ അവന്റെ മനസ്സിനൊരു സന്തോഷം കൊടുക്കും. അവന് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഇസ്സത്താണ്. അള്ളാഹു നമുക്കൊക്കെ ഹൈറായ വാഹനം നൽകി അനുഗ്രഹിക്കട്ടെ. അന്ന് അറേബ്യയിൽ ഏറ്റവും വലിയ വാഹനം ഏതായിരുന്നു? ഒട്ടകമായിരുന്നു. അതുകൊണ്ടാണ് ഉർവ റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ എണ്ണിയത് കാണാം. എന്നാൽ ബറക്കത്തിൻ്റെതാകുന്ന വാഹനമായിട്ട് എണ്ണിയത് ഏതാണ്? ബറക്കത്തുള്ളതാകുന്ന വസ്തു അത് ആടാണ്. വൽ ഗനമു ബറക്കത്തുൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വീട്ടിലൊരു ആടിനെ വളർത്താൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി അത് പരിപൂർണമായിട്ട് പറ്റിയില്ലെങ്കിലും ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് എടുക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും. മലബാർ ദേശത്തൊക്കെ എല്ലാ വീടുകളും ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ല, 8 ആടിനെ വളർത്തിക്കൊണ്ടു പോകുന്നവർ. മാഷാ അല്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് അള്ളാഹു എടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. 15 ആടുണ്ട് കണ്ട. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ 15 ആടുണ്ട്. ഉമ്മയുടെ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ അള്ളാഹത്ത് ഒരാട് പോലും ഇല്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മയുടെ വീട്ടിൽ 15 ആടുണ്ട്. നമ്മുടെ വീട്ടിലും കൂടെ വരണം, അപ്പോഴേ റാഹത്തുള്ളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 3 ആടിനെ വാങ്ങണമെന്ന്. അത് തന്നെ, വളർത്താനാണോ കഴിക്കാനാണോ എന്നുള്ളത് നോക്കണം. ആടിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് ആട് ഒട്ടകം എല്ലാം വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്ക്, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതെന്താണ് മഅറൂഫ് 38 പറഞ്ഞിട്ടിരിക്കുന്നു. ഇന്നലത്തെ സദസ്സിലിരിക്കുവാൻ തോന്നുന്നുണ്ട്. രാഹുൽ എന്തോ ചൊല്ലുമോ? ആടുണ്ട് 38 ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആടിന്റെ കൃഷിയായിരിക്കും, ചിലപ്പോൾ ഫാമും എല്ലാം നടത്തുന്നുണ്ടാവും. ആണോ? ഫാമും എല്ലാം നടത്തുന്നുണ്ടോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈറിലാക്കട്ടെ. 13 ആടുണ്ട്. മാഷാ അല്ലാഹ്. 6 ആടുണ്ട്. ഒരുപാട് ആടിനെ വളർത്തിയിട്ടുണ്ട്. അതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇബ്രാഹിം ബായിഷ 4 ആടുണ്ട്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതോടെ നിൽക്കട്ടെ. ഇനി ചിലര് കോഴിയുടെ കാര്യം പറയുന്നതാണ്. കോഴിയും ബർക്കത്തുള്ളതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വീട്ടിലുണ്ടായിരിക്കേണ്ടതാകുന്ന അടുത്തൊരു സാധനമാണ് കോഴി. അതെത്ര പേരുടെ വീട്ടിലുണ്ട് നോക്കട്ടെ? എത്ര കോഴിയുണ്ട് നോക്കട്ടെ? അത് ഈ പറഞ്ഞ പോലെയാണ്, പൊരിച്ചും കഴിച്ചും ഒക്കെ കഴിക്കും. ഈ ലോക്ക്ഡൌണിന്റെ വേളയിൽ ഇഷ്ടം പോലെ കഴിച്ചവരുണ്ട്. പക്ഷെ എന്നാകത്ത് ഒരൊറ്റ കോഴി പോലും വീട്ടിൽ വളർത്തുന്നുണ്ടാവൂല. കോഴിയെ വളർത്തണം, അത് സുന്നത്താ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മാഷാ അല്ലാഹ്. ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട്. എന്താണ് കോഴിക്കുള്ള നേട്ടം? എന്താണ്? നല്ല പൂവൻ കോഴിയെ വളർത്തുക. പൂവനും വേണം, പെടയും വേണം. പെടക്കോഴിയാകുമ്പോൾ നല്ല മുട്ടയിടും. ആ മുട്ട വാങ്ങിച്ചിട്ട് മക്കൾക്ക് കൊടുക്കാം, നിങ്ങൾക്കും കഴിക്കാം. പൂവനാവുമ്പോൾ കറക്റ്റായിട്ട് നല്ല വെള്ള പൂവൻ കോഴി ഒരെണ്ണം ഉണ്ടെങ്കിൽ നല്ല റാഹത്ത. മലക്കിനെ കാണുമ്പോൾ പതുക്കെ എന്താവും? നല്ല കൂവല് കൂവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഹദീസാ, വെറുതെ പറയുന്നതല്ല, ഹദീസാണ്, സഹീഹായ ഹദീസാണ്. കേട്ടോ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. മാഷാ അല്ലാഹ്. കോഴി ഒരുപാട് പേരുണ്ട് കേട്ടോ. 10 കോഴി, 5 കോഴി. അയൽവാസി ചീത്ത പറയുന്നു. അതാണ് വിഷയം. നമ്മൾ വളർത്തേണ്ട പോലെ വളർത്തണേ. ഇത് തിന്നാൻ സമയമാകുമ്പം അപ്പുറത്തെ പറമ്പിലോട്ട് ഇങ്ങനെ പറത്തി വിടുക, പോയി അപ്പുറത്ത് പോയി കഴിച്ചിട്ട് വാ. അപ്പൊ പിന്നെ അയൽവാസി ചീത്ത പറഞ്ഞില്ലെങ്കിലേ ഉള്ള വിഷയമുള്ളൂ. നമ്മുടെ പറമ്പിൽ തന്നെ ഇട്ട് വളർത്തണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യണം. കൂട് വേണം. രാവിലെ കൂട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ പതുക്കെ ജനല് വഴി അപ്പുറത്തെ പറമ്പിലോട്ട് പോയി കഴിച്ചിട്ട് വാ. അപ്പൊ പിന്നെ അവര് തല്ലിക്കൊല്ലും. അതാണ് പ്രശ്നം. കേട്ടോ, ഹദീസ് കേട്ടോ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സമിഅതും സിയാഹദ് ദീക ഫസ്അലുല്ലാഹ മിൻ ഫളിഹി. നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടുകഴിഞ്ഞാൽ അള്ളാഹുവിനോട് അവന്റെ ഔദാര്യത്തെ ചോദിക്കണേ. ഫഇന്നഹാ റഅത് മലകാ.
പൂവൻ കോഴി കൂവുന്നത് അത് മലക്കിനെ കണ്ടിട്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴി കൂവുന്നത് ആരെ കണ്ടിട്ടാണ്? മലക്കിനെ കണ്ടിട്ടാണ്. മനസ്സിലാക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നല്ല വെള്ള തൂവള്ള ഒരു കോഴി ഉണ്ടായിക്കോട്ടെ. വെള്ളയൊന്നും അല്ലെങ്കിൽ നല്ലൊരു പൂവൻകോഴി, നല്ല രീതിയിൽ പോവുന്ന ഒരു പൂവൻകോഴി ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഐശ്വര്യവും ബറക്കത്തുവാ. കാരണം എന്താ? മലക്കിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കോഴി മലക്കിനെ കാണുമ്പോഴാണ് കൂവുക. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കോഴി കൂവുന്ന സമയത്ത് നമ്മൾ എന്ത് ചോദിക്കണം? അള്ളാഹുവിനോട് ഖൈറിനെ ചോദിക്കണം. ഒന്നും വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മതി. എല്ലായി ഒരു ഹംദും സലാത്തും പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുക. കാരണം എന്തിനാ? ആ ദുആ സ്വീകരിക്കാൻ വേണ്ടി ചെറിയൊരു ദുആ ഇങ്ങനെ കോഴി കൂവുമ്പോൾ. എന്നിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന, അല്ലാഹു ദുനിയാവിൽ നന്മ തരണേ, ആഖിറത്തിൽ നീ നന്മ തരണേ അല്ലാഹ്, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരു സലാത്ത് കൂടി തീർന്നു. അങ്ങനെ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 50 കോഴിയുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ വേണം. കോഴിയെ വളർത്തേണ്ട പോലെ വളർത്തണം. അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി വളർത്തല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അയൽവാസികളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന ഭാഗത്ത് വിശദീകരിക്കേണ്ടതാണ്. അതൊക്കെ കോഴിയെ തുറന്നുവിടുക. കുറേ കോഴി വളർത്തുന്നുണ്ട്, എന്നിട്ട് അയൽവക്കക്കാർ അതുപോലെ താറാവിനെ വളർത്തുന്നവരുണ്ട്. എന്നിട്ട് അയൽവക്കത്തോട്ട് വിട്ടേക്കുക, അപ്പുറത്തോട്ട് പോയിട്ട് തിന്നിട്ട് വാങ്ങും. പൂച്ചയെ വളർത്തുന്നവരുണ്ട്. തീറ്റയുടെ ഉടമയാകുമ്പോഴത്തേക്കും അപ്പുറത്തെ വീട്ടുകാരുടെ കുക്കറിന്റെ വിസിൽ കേൾക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാങ്ങും. അവർ മീൻ വെട്ടുന്ന അമ്മയാകുമ്പോഴത്തേക്കും എന്തെന്നാ മീൻ കിട്ടിയത്, അപ്പോൾ ഇന്ന മീനാണ്, എന്നാൽ പതുക്കെ അതിനകത്ത് കയറിയിട്ട് പൂച്ചയെ വളർത്തുന്ന പൂച്ചയും അല്ലാത്ത പൂച്ചയൊക്കെ പതുക്കെ ഇറക്കി വിടുക അപ്പുറത്തോട്ട്. ആ പരിപാടി പാടില്ല. ഒക്കെ ശ്രദ്ധിക്കണം. അയൽവക്കക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സാധനം നമ്മുടെ വീട്ടിൽ വളർത്താൻ പാടില്ല. അതൊക്കെ വലിയ തെറ്റാണ്. അങ്ങനെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല എന്ന് കണ്ടാൽ നിങ്ങൾ തൽക്കാലം ഇത് വളർത്തണ്ട. വീട്ടിൽ ബറക്കത്ത് ഇതിനുള്ളതാകുന്ന ഒരു പ്രയാസം നമുക്ക് നേരിടുകയാണ്. അതുമാത്രമേ ഉള്ളൂ. അതിന് വേറെ വഴികൾ നമുക്കുണ്ട്. നേരത്തെ പറഞ്ഞ സലാം നമ്മൾ അധികരിപ്പിക്കുക. ചിലപ്പോൾ ചിലർക്ക് എല്ലാവർക്കും ചുറ്റുമതിലുണ്ടാവൂല. കോഴിയെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നേരെ പറഞ്ഞ് അപ്പുറത്തോട്ട് തന്നെ പോകും. നമ്മൾ പറഞ്ഞു വിടുന്നതല്ല, അത് തീറ്റ എടുത്ത് തന്നെ അങ്ങനോട്ട് പോകുന്നതാണ്. ആ ഒരവസ്ഥ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ അതിന് നിൽക്കണ്ട. ആടിന്റെ നോക്കിക്കോ. ആടാകുമ്പോൾ പിന്നെ വിഷയമില്ലല്ലോ, കെട്ടിയിടാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم حبيباയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്, ഇദാ സമിഅതും സിയാഹതീക, കോഴി കൂവുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫസ്അലുല്ലാഹ മിൻ ഫളിഹി, അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യത്തെ നിങ്ങൾ ചോദിക്കണേ. ഫഇന്നഹാ റഅത് മലകാ, അത് മലക്കിനെ കണ്ടിട്ടാണ് ആ നിലയ്ക്ക് കൂവുന്നത്. അതുകൊണ്ട് ആ സമയത്ത് മലക്കിനെ കണ്ടതാകുന്ന സമയത്ത് മലക്ക് നിന്റെ കൂടെ ആമീൻ പറയാൻ വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഇദാ സമിഅതും നഹീഖൽ ഹമീർ, കഴുതയുടേതാകുന്ന കരച്ചിൽ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഫതഅവ്വദൂ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ടതാകുന്ന പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ തേടണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് കാവൽ തേടണേ. ഫഇന്നഹാ റഅത് ശൈത്വാനാ, അത് ശൈത്വാനിനെ കണ്ടിട്ടാണ് അങ്ങനെ കരയുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. രണ്ട് ജീവികളെ ഇവിടെ പറഞ്ഞു. ഒന്ന് കോഴി, മറ്റൊന്ന് കഴുത. കഴുത കരയുമ്പോ ശൈത്താനെ കണ്ടിട്ടാണ് കരയുന്നത്. അപ്പോൾ നീ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കോഴി കൂവുമ്പോ മലക്കിനെ കണ്ടിട്ടാണ്. അപ്പോൾ നീ എന്ത് ദുആ ഇരക്കണം? എന്ത് ഖൈറായതും ഔദാര്യം പടച്ച റബ്ബിന്റെ ഔദാര്യങ്ങൾ നീ ചോദിച്ചു വാങ്ങിക്കോ. കാരണം എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തുകൊണ്ടാണ് മലക്കിനെ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ നിന്നോട് പറഞ്ഞത്? സബബുഹു റജാഅ തഅമീനൽ മലായികതി അല ദുആഇ വസ്തിഗ്ഫാരിഹിം വശഹാദതിഹിം ലഹു ബിൽ ഇഖ്ലാസ്. ഖാളി ഇയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, മലക്കിനെ കാണുമ്പോൾ
മലക്കിനെ കണ്ടുകൊണ്ട് കോഴി കൂവുന്ന സമയത്ത് നീ ദുആ ചെയ്യാൻ നിന്നോട് പറഞ്ഞത്, തീർച്ചയായിട്ടും നീ ദുആ ചെയ്യുന്ന വേളയിൽ ആ സമയത്ത് തന്നെ നിന്റെ ദുആ യോജിച്ചു വന്നാൽ, കോഴി കൂവുന്ന വേളയിൽ തന്നെ നിന്റെ ദുആ യോജിച്ചു വന്നാൽ തീർച്ചയായും മലക്ക് നിന്റെ ദുആയിന് ആമീൻ പറയുമത്രേ. അല്ലാഹു എൻ്റെ ജീവിതം നീ ഖൈറിലാക്കണേ അല്ലാ, ഭൗതികവും ആത്മീയമാകുന്ന ജീവിതത്തിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ എന്ന് ഒരു മുഅ്മിനത്താകുന്ന സഹോദരിയോ സഹോദരനോ ദുആ ചെയ്യുമ്പോൾ മലക്ക് ആമീൻ പറയുകയാണ്, ആമീൻ പറയുകയാണ്. തീർന്നില്ല വസ്തിഗ്ഫാരിഹിം, അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. അല്ലാഹുവേ, ഈ കോഴി കൂവുന്ന സമയത്ത് ആമീൻ പറയും ദുആ ചെയ്യുന്നതാകുന്ന ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന മലക്കവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅൻ സയ്യിദ് ബിൻ ഖാലിദുൽ ജുഹനി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസുബ്ബുദ്ദീക, നീ ഒരിക്കലും കോഴിയെ ചീത്ത വിളിക്കരുതേ, ചീത്ത വിളിക്കരുതേ. കോഴി ശൈത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. കോഴിയെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും. പ്രത്യേകിച്ച് അയൽവക്കത്തെ കോഴിയെങ്ങാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ കാണാതെ ബിസ്മില്ല എല്ലിയിട്ട് അറുത്തിട്ട് കറിയും വെച്ചിട്ടുണ്ടാവും, 2 വിസിലടിപ്പിക്കും. അതൊക്കെ ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കോഴി ഉണ്ടെങ്കിൽ പതുക്കെ അസ്സലാമു അലൈക്കും അനങ്ങാതിരിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒക്കെ ലാഹോലി ചെല്ലിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട്. ഉസ്താദ് എല്ലാം പുറത്തു തരണേ അല്ലാഹു, ഒരു കോഴി കഴിച്ചു പോയി. ആ അവസ്ഥ, യാതൊരു ഫലവും ഇല്ല. വല്ലി അല്ലാഹു ആക്കട്ടെ. ലാ തസുബ്ബുദ്ദീക, കോഴിയെ നീ ഒരിക്കലും ചീത്ത വിളിക്കരുത്. സയ്യിദുനാ റസൂലുള്ളാഹി. കോഴി വന്നിട്ട് നമ്മുടെ മുറ്റത്തുള്ളതാകുന്ന എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറക്കി തിന്നും, അത് കോഴിയുടെ ഒരു സ്വഭാവമാണ്. അത് നീ അങ്ങനെ തന്നെയാണ്, മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ. എവിടെയെങ്കിലും ആഹാരം കാണുമ്പോഴത്തേക്കും ചാടി വീഴും. നമ്മൾ പള്ളിയിലാണ്, ഒരു പൊതി കിട്ടി റമദാനിൽ, പതുക്കെ വാങ്ങും. വീണ്ടും ഇപ്പുറത്തെ വാതിലിന് അതിലേക്കൂടെ വന്നിട്ട് വീണ്ടും ഉണ്ട് ഹാജിയാർ ഒരു കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ബിസ്മില്ല, ബുസ്താന് മനസ്സിലായി നേരത്തെ വന്ന ടീം തന്നെയാണിത്, എന്നാലും ആയിക്കോട്ടെ. വീണ്ടും കൊടുത്തു. വീണ്ടും അപ്പുറത്തെ സൈഡിൽ അസ്റ്റന്റി മാമിനെ എടുക്കുക ചെല്ലുകയാണ്, അല്ലെങ്കിൽ വേറെ കമ്മിറ്റിക്കാരൻ അവിടെ പൊതി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും റമദാനിലെ കാര്യം പറയുന്നത്. റമദാനിലെ കാര്യം. കാരണം നേരം വെളുത്ത് പിറ്റേ ദിവസം നോമ്പ് പിടിക്കേണ്ടതാണ്. എന്നാലും മനുഷ്യന് ഹവായാണ്, എത്ര കിട്ടിയാലും മതിയാവൂല. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് പോകുന്നില്ല, പൊതിയെല്ലാം കൊണ്ടുവന്ന് വണ്ടി കൊണ്ട് സൂക്ഷിച്ചൊക്കെ വെച്ച് പിന്നെയും അവിടെ ഇങ്ങനെ ഇറങ്ങി ഓരോ പൊതി കിട്ടുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പറമ്പിലോ കുറ്റിക്കാട്ടിലോ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. വീണ്ടും കറങ്ങി ഇങ്ങനെ റോന്തി കുറ്റി വന്ന് നിൽക്കും, പരുന്ത് കറങ്ങുന്ന പോലെ. അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ പോവാൻ. അവസാനം ഉസ്താദിനെ പറയും, ആചാര്യ ഒരു 5-6 പൊതിയുണ്ട്, കാരണം നേരം വെളുത്ത നോമ്പാണ്, ഇപ്പൊ ഇതൊന്നും കഴിക്കാൻ പറ്റൂല, അപ്പൊ അതുകൊണ്ട് മിച്ചമുണ്ട്, എന്താ ചെയ്യുന്നത്? ഉസ്താദ് തന്നേക്ക്, ഞങ്ങള് അപ്പച്ചമ്പിൽ കയറ്റിയിട്ട് ആവി കയറ്റി കഴിക്കും. ഞങ്ങൾ ഫാമിലി പരമായിട്ട് അങ്ങനെയാണ്. ഇങ്ങോട്ടേക്ക് ബിസ്മില്ല, വീണ്ടും അത് വാങ്ങിച്ചോണ്ട് പോകും. അതാണ് നമ്മുടെ സ്വഭാവം, മനുഷ്യന്റെ സ്വഭാവം അതാണ്. പറഞ്ഞാൽ എത്ര കിട്ടിയാലും വീണ്ടും വീണ്ടും കൊണ്ടുപോകാൻ. നോമ്പായാലും ശരി, എന്തായാലും ശരി, 10 ദിവസത്തേക്കിനി ഒന്നും വേണ്ട എന്നുള്ള നിലയ്ക്ക്. ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതാകെ കുളവായി ബിരിയാണിയല്ലേ, ഇതാർക്കും വേണ്ട, പിന്നെ കൊണ്ട് കളയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് കുത്തിത്തിന്നാനാ കോഴി വരുന്നത്, അപ്പോഴും കോഴിയെ ഓടിക്കുക. ഇതാണ് അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, എന്തെങ്കിലും പയറോ എന്തെങ്കിലുമൊക്കെ ഉണക്കാനിട്ടിരിക്കുന്നത് ചിലപ്പോൾ കോഴി വന്ന് കുത്തും. അത് കണ്ടിട്ട് അതിന് ചീത്ത വിളിക്കാൻ പാടില്ല. നമ്മൾ ഓടിക്കുന്നത് പോയിക്കോട്ടെ, ചീത്ത വിളിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. അതാ നബി തങ്ങൾ പറഞ്ഞു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസുബ്ബുദ്ദീക ഫഇന്നഹു യുഖിദു ലിസ്സലാ, തീർച്ചയായും നിങ്ങൾ കോഴിയെ ചീത്ത വിളിക്കരുതേ. കാരണം കോഴി എന്ന് പറയുന്നത് നിസ്കാരത്തിന് വേണ്ടി നിങ്ങളെ ഉണർത്തുന്നതായ ജീവിയാണ്. ഫഇന്നഹു യദ്ഉ ലിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വിളിക്കുന്നതായ ഒരു ജീവി അത് കോഴി മാത്രമാണ്. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. രാവിലെ അവ്വല് സുബഹിക്ക് വിളിക്കും, കോഴി കൂവും. നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാതിൽ 2 ഹെഡ്സെറ്റ് വെച്ചിട്ട് DJ പാട്ടിട്ട് മൂളിക്കുകയാണ്. പിന്നെ എങ്ങനെ നമ്മൾ കോഴിയുടെ കൂവല് കേൾക്കും? കോഴി ഇല്ലല്ലോ. കോഴിയുടെ ഒച്ച കേൾക്കാനായിട്ട് കോഴി വീട്ടിൽ ഉണ്ടായിട്ട് വേണ്ടേ ഒച്ച കേൾക്കാൻ? ഒന്നാമത് ഇനി അഥവാ വാങ്ങിച്ചാൽ തന്നെ നമ്മുടെ കാതിൽ നിന്ന് ഹെഡ്സെറ്റ് മാറ്റണ്ടേ? ഈ സിനിമാ പാട്ട് ഇതൊക്കെ കേട്ടല്ലേ കിടക്കുന്നത്.
ദീനിയായ ചിട്ടയിലെ കിടക്ക്. മുമ്പ് നമ്മൾ ഉറക്കിൽ എങ്ങനെ കിടക്കണോ ആ രീതിയിൽ പറഞ്ഞ ഔറാദുകളൊക്കെ എടുത്ത് നടത്തിയിട്ട് കിടന്നാൽ തീർച്ചയായിട്ടും രാവിലെ ഈ കോഴിയുടെ കൂല് കേൾക്കും. അവ്വല് സുബഹിക്ക് വിളിക്കും, അവ്വല് സുബഹിക്ക് ഉറപ്പാണത്. അതാണ് കോഴിയുടെ ഒരു പ്രത്യേകത. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു യദ്ഉ ലിസ്സലാ ഫഇന്നഹു യദ്ഉ ലിസ്സലാ നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നതാണ് കോഴി. അതുകൊണ്ട് കോഴിയെ നിങ്ങൾ ചീത്ത വിളിക്കരുത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കേൾക്കണേ ഒരു ഹദീസ് ഓടി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന ദീകൻ സറഹ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നതാകുന്ന ഒരു മജ്ലിസിൽ ഒരു കോഴി ഇതാ ശബ്ദിക്കുകയാണ്, കോഴി കൂവുകയാണ്. ഫസബ്ബഹു റജുലുൻ, റസൂലുള്ളാഹിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു അനുയായി അതിനെ ചീത്ത പറയുകയാണ്, ചീത്ത പറയുകയാ. ഫനഹാ അൻ ദാലിക, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പാടില്ല, പാടില്ല. മറ്റൊരു സ്വഹാബി വര്യൻ മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മൽ അൻഹു, അല്ലാഹുവേ ഇതിനെ നീ നശിപ്പിക്കണേ, ശപിക്കണേ അല്ലാഹുവിന്റെ റസൂലേ, ഈ കോഴി തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് ബുദ്ധിമുട്ടാക്കുകയാണോ, അതിനെ ശപിക്കണേ എന്ന അർത്ഥത്തിൽ വർത്തമാനം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കല്ലാ, പാടില്ല സ്വഹാബി, അങ്ങനെ പറയാൻ പാടില്ല. ഒരു ശാപവാക്കും അതിന്മേൽ നമ്മൾ പറയാൻ പാടില്ല. ഒരു ചീത്തയുള്ള വാക്കുകളും കോഴിയിൽ നിങ്ങൾ വെക്കരുതേ, പറയരുതേ. ഫഇന്നഹാ യദ്ഉ ലിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ കൃത്യമായി ക്ഷണിക്കുന്നതായ ജീവിയാണ്. അതുകൊണ്ട് തന്നെ കോഴിയെ ചീത്ത വിളിക്കരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോഴിയെ ചീത്ത വിളിക്കാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പുതിയ അറിവാണെന്ന് കുട്ടി പാണത്തൂര്. അതിനാണ് നിങ്ങൾ റൂഹെ ബയാനി വരണമെന്ന് പറഞ്ഞത്. ഇപ്പോഴേ പുതിയ അറിവ് കിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അടുത്തത് നിന്റെ വീട്ടിലുണ്ടായിരിക്കേണ്ട അടുത്ത സംഗതി. ഇപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അടുത്തത് ഇൻഷാ അല്ലാഹ്. സമയം കഴിഞ്ഞോ? ഇതും കൂടി പറഞ്ഞേക്കാം. എന്താ കേട്ടോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബിസ്മി ചൊല്ലാതെ ഒരു കാര്യവും നീ നടത്തരുതേ, അത് ബറക്കത്തില്ലാത്തതായ കാര്യമാണ്. ബറക്കത്ത് കിട്ടണമെങ്കിൽ എല്ലാത്തിലും എന്ത് വേണം? ബിസ്മി വേണം. എല്ലാ നന്മയുള്ള കാര്യത്തിലും മോമിൻ എന്ത് കൊണ്ടുവരണം? ബിസ്മി കൊണ്ടുവരണം. മോമിൻ ചെയ്യുന്നത് എന്തും എന്താണ്? നന്മയുള്ള കാര്യമാണ്. അവൻ നന്മയല്ലാത്ത ആർക്കും ഉപദ്രവമുള്ള കാര്യം ചെയ്യുകയില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെയാണല്ലോ. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. തന്റെ നാവും തന്റെ കരങ്ങളും മറ്റുള്ളവരിൽ നിന്ന് പരിപൂർണമായി അവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് സംരക്ഷണം വരുത്തിയെങ്കിൽ മാത്രമേ അവൻ മുഅ്മിനാവുകയുള്ളൂ, മുസ്ലിം ആവുകയുള്ളൂ. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. മുസ്ലിം എന്നതിന്റെ നിർവചനം അത് തന്നെയാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. തന്റെ കരങ്ങളും തന്റെ നാവും മറ്റുള്ളതാകുന്ന ആളുകൾ മുസ്ലിമീങ്ങളിൽ നിന്ന് അവരെ തൊട്ട് പരിപൂർണമായി സംരക്ഷണം കൊടുത്തവനായിരിക്കണം. എല്ലാവർക്കും പരിപൂർണ്ണ സംരക്ഷണം കൊടുത്തവനായിരിക്കണം. അവനെ മുസ്ലിം ആവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പരിപൂർണമായി നന്മയെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ നന്മയാർന്ന പ്രവർത്തനങ്ങളിലും എന്ത് വേണം? ബിസ്മി വേണം. അത് ബറക്കത്തുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ബറക്കത്തുണ്ടാക്കിയെടുക്കാൻ എന്ത് നന്മ ചെയ്താലും ബിസ്മി. ഫോൺ ഇങ്ങനെ എടുക്കാൻ, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ എവിടെന്നെങ്കിലും എടുക്കാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം ഇങ്ങനെ പാചകം ചെയ്യാണ് സഹോദരിമാര്, അതിന് ദോശ ഇങ്ങനെ ചുടുകയാണ്, അതിലോട്ട് ഒഴിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദോശ മാവ് അരയ്ക്കാണ്, അപ്പൊ മിക്സി ഓൺ ചെയ്യാണ്, അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തു ആയിക്കോട്ടെ, നിങ്ങൾ അരകല്ലിൽ അരയ്ക്കാൻ തുടങ്ങാണ്, അപ്പൊ അതിലേക്ക് സാധനം എടുത്തു വെച്ച് ബിസ്മില്ല. അരയ്ക്കാൻ തുടങ്ങി, ബിസ്മില്ല. കറി പാചകം ചെയ്യുന്നു, ബിസ്മില്ല. അതിലേക്ക് ഉപ്പിടുന്നു, ബിസ്മില്ല. അങ്ങനെ ചെയ്തു നോക്കിക്കേ. എല്ലാത്തിലും ഒരു ബിസ്മി കൊണ്ടുവന്ന് നോക്കിക്കേ. ഭയങ്കര ബറക്കത്തായിരിക്കും, ഭയങ്കര ബറക്കത്തായിരിക്കും. വളരെ കുറച്ച് ഭക്ഷണം മതി, പക്ഷെ എല്ലാവർക്കും അതുകൊണ്ട് മതിയാവും. ബിസ്മിയല്ലേ കഴിച്ചാൽ തന്നെ വയറ് പെട്ടെന്ന് നിറയും. അങ്ങനെയാണ്. ബിസ്മി ചൊല്ലി ആഹാരം കഴിച്ചാല് വയറ് പെട്ടെന്ന് നിറയും, അധികം കഴിക്കേണ്ടി വരൂല. നിങ്ങളൊന്ന് അങ്ങനെ കഴിച്ചു നോക്കിയാൽ, ബിസ്മി ചൊല്ലിയായിട്ട് ആഹാരം കഴിച്ചു നോക്കി ഇനി മുതൽ.
ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമുക്കറിയാം. ചിലരുടെ വീട്ടിൽ കോഴിയുണ്ട്, ചിലരുടെ വീട്ടിൽ ആടുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു നേട്ടവും മഹത്വവും മനസ്സിലാക്കിയെങ്കിലല്ലേ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കതുകൊണ്ട് ഖൈറുണ്ടാവുള്ളൂ. ബിസ്മി ചെല്ലണം എന്നുള്ളത് അറിയാം, പക്ഷെ ചെല്ലുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ ഈ സദസ്സിന്റെ പ്രാധാന്യം. ഇതൊരു ഓർമ്മപ്പെടുത്തല്. എല്ലാ കാര്യത്തിലും ബിസ്മി വരണം. ആഹാരം കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് ബിസ്മി ചെല്ലണം. സുപ്രയിലിരിക്കാണ്, എല്ലാവരും ഇരിക്കുന്നു, ഒരാളെങ്കിലും ഉറക്കെ ഒന്ന് ബിസ്മിയിൽ നോക്കിയേ. ഗൃഹനാഥൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പായും മക്കളും കുടുംബമൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കേണ്ടത്. അല്ലാതെ ഓരോരുത്തർക്കും ഓരോ തർത്തീബ്, അത് പാടില്ല. അത് ഗുണവുമില്ല. കുടുംബത്തിൽ തന്നെ ഐക്യമുണ്ടാവണമെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരിക്കട്ടെ, ഒരുമിച്ച് തീന്മേശയിൽ വരട്ടെ. എന്ത് രസമാണ്, എന്ത് റാഹത്താണ്. വളരെ ഐക്യമുണ്ടാകും, അവർക്കിടയിൽ സ്നേഹമുണ്ടാകും. ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കുന്ന കാലത്തോളം ഉറപ്പാണത്. ഇത് ഭർത്താവ് ഒരിക്കൽ കഴിക്കുക, മക്കൾ അതിന് ശേഷം കഴിക്കുക. ഇല്ലെങ്കിൽ വാപ്പ കഴിക്കുന്നതിന്, മാതാപിതാക്കൾ കഴിക്കുന്നതിന് മുമ്പ് മക്കൾ കഴിക്കുക. മാതാപിതാക്കൾ കഴിക്കുന്നതിന് മുമ്പ് മക്കൾ കഴിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തമുണ്ട് അങ്ങനെ കഴിക്കുന്നതിൽ എന്ന് മനസ്സിലാക്കിയെങ്കിലേ കഴിക്കാവുള്ളൂ. എന്താ പറഞ്ഞത്? മാതാപിതാക്കൾ വാപ്പായും ഉമ്മായും കഴിക്കുന്നതിന് മുമ്പ് മക്കൾ ആഹാരം കഴിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആരുടെ പൊരുത്തം അതിലുണ്ട്? വാപ്പാടെയും ഉമ്മാടെയും പൊരുത്തമുണ്ട് നേരത്തെ കഴിക്കുന്നതിൽ എന്നറിഞ്ഞാൽ മാത്രമേ കഴിക്കാവുള്ളൂ എന്നാണ് പണ്ഡിത നിയമം. അസല എങ്ങനെയാണ്? സാധാരണ രീതിയിൽ എല്ലാ വാപ്പാ ഉമ്മാക്കും പൊരുത്തമാണ്. മക്കൾ നേരത്തെ കഴിച്ച ഒരു വിഷയമില്ല. മക്കൾ കൊടുക്കുന്നതിൽ തന്നെയാണ് അവർക്ക് സംതൃപ്തി. ഞാൻ പറഞ്ഞത് ഒരല്പം യുവത്വത്തിലേക്കൊക്കെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ പറഞ്ഞത്. ചിലരുണ്ട് നേരത്തെ വന്നിട്ട് അവരങ്ങ് മൊത്തം തിന്നു തീർക്കും. ബാക്കിയുള്ളവർക്ക് കറിയുണ്ടോ, ബാക്കിയുള്ളവർക്ക് വല്ല ചോറുണ്ടോ, ഒന്നും അറിയൂല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലാത്ത ഒരു ഘടകമല്ലാത്ത ശ്രദ്ധിക്കാതെ വിടും. അങ്ങനെ വരാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം നമ്മളത്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ആ ശ്രദ്ധ പരിപൂർണമായിട്ട് പാലിക്കേണ്ടതാണ്. നമ്മുടെ ഉമ്മ ഭക്ഷണം കഴിക്കാറുണ്ട്, വാപ്പ ഭക്ഷണം കഴിക്കാറുണ്ട്, സഹോദരൻ ഭക്ഷണം കഴിക്കാറുണ്ട്, സഹോദരി ഭക്ഷണം കഴിക്കാറുണ്ട്. അവരൊക്കെ കഴിക്കാനുള്ളാകുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പെരുമാറണം. ഒറ്റക്കൊരു വീട്ടിൽ കഴിയുന്നത് പോലെയല്ല കുടുംബത്തിൽ വസിക്കുന്ന സമയത്ത്. ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കി തരേണ്ടത്. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്താം. ഭക്ഷണം പാചകം ചെയ്യുന്നതിലാകട്ടെ, എന്ത് കാര്യത്തിലാകട്ടെ, ബിസ്മി നമ്മളുടെ ജീവിതത്തിന്റെ കൂടപ്പിറപ്പാകണം. അത് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഒരാളും അതിൽ വിട്ടുവരാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. കേട്ടോ, അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു തആമ ഫീ സിത്തത്തിൻ മിൻ അസ്ഹാബിഹി. അള്ളാന്റെ റസൂൽ ഒരു സുപ്ര വിരിച്ചിട്ട് 7 പേര് കൂടി, 6 ആളുകൾ കൂടിയിരുന്നു കൊണ്ട് റസൂലുള്ളയോടൊപ്പം ഭക്ഷണം കഴിക്കുകയാണ്. 6 പേരോടൊപ്പം അള്ളാന്റെ റസൂൽ ഒരു സുപ്രയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഫീ സിത്തത്തിൻ മിൻ അസ്ഹാബിഹി ഫജാഅ അഅറാബിയുൻ. അപ്പോഴതാ 7ാമതായി ഒരു ഗ്രാമീണനായ വ്യക്തി കടന്നു വരുകയാണ്. ഫഅകലഹു ബിലുഖ്മതൈൻ. അദ്ദേഹം അതിൽ നിന്ന് 2 പിടി ആഹാരം എടുത്ത് കഴിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുകയാണ്, അമാ ഇന്നഹു ലൗ സമ്മാ ലകഫാകും. തീർച്ചയായും അല്ലയോ സഹോദര, നിങ്ങൾ ഒരു ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ സമയത്തൊരു ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അത് മതിയാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് കിട്ടാൻ നിദാനമാണ് ഒരർത്ഥം. മറ്റൊന്ന്, നിങ്ങൾ ബിസ്മി ചൊല്ലുന്നതിലൂടെ ഈ ഭക്ഷണം കഴിക്കുന്നതാകുന്ന സർവർക്കും എല്ലാവരുടെയും വയറ് നിറയാൻ അത് മതിയാവുന്നതാണ്. പറഞ്ഞാൽ അവരുടേതാകുന്ന എല്ലാവർക്കും സംതൃപ്തിയും റാഹത്തും ഇതിലൂടെ തന്നെ ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുക. അന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാ
അന്നഹാ ഖാലത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസാണ് ഈ പറഞ്ഞത്. നബിയും സ്വഹാബത്തും ഒരു 6 പേര് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ സുപ്ര വിരിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7ാമതൊരു വ്യക്തി വന്ന് ഒരു പിടി ആഹാരം എടുത്ത് വായി വെച്ചു. 2ാമത്തെ പിടി എടുത്ത് വെക്കുമ്പോൾ നബി പറഞ്ഞു, ദേ സലാം, നീ ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കുക. ബിസ്മി ചൊല്ലിയിട്ട് കഴിച്ചാൽ എല്ലാവർക്കും അത് മതി എന്ന് പറഞ്ഞാൽ ബറക്കത്തിനാൽ മതി ഒരർത്ഥം, എല്ലാവർക്കും ബറക്കത്ത് ലഭിക്കും. അതല്ല 2ാമത്തത്, എല്ലാവർക്കും വയറ് നിറയാനും അത് മതി. അത് മതിയാവുന്നതാണ്, എല്ലാ രീതിയിലും അത് ഐശ്വര്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വീട്ടിൽ ഒരാൾ ഉണർത്തിയാൽ മതി. എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ സുപ്രയിൽ ഒരാൾ ഉറക്കെ ചൊല്ലിയാൽ മതി. ഒരൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വാപ്പാനെ അങ്ങോട്ട് ചൊല്ലിക്കോ. ഇത് മക്കൾക്ക് ആഹാരം കൊടുക്കാൻ എല്ലാവർക്കും അറിയാം, വയറ് നിറപ്പിക്കാനും അറിയാം. വയറ് നിറച്ചതിന്റെ പിറകെ ജ്യൂസ് കൊടുക്കാൻ അറിയാം, പിന്നീട് വെള്ളം കൊടുക്കാൻ അറിയാം, ഉറങ്ങുന്നതിന് മുമ്പ് പാല് കൊടുക്കാനറിയാം, മുട്ട കൊടുക്കാനറിയാം, ഒക്കെ ചെയ്യിക്കും. പക്ഷെ ബിസ്മി ചെല്ലുന്ന വിഷയത്തിൽ നമ്മളൊക്കെ തടസ്സം നിൽക്കും, ശ്രദ്ധിക്കുന്നില്ല. അത് ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം. ഇരുന്നു കൊണ്ട് കുടിക്കാനും ഇരുന്നു കൊണ്ട് കഴിക്കാനും നമ്മൾ ശീലിപ്പിക്കണം. അതങ്ങനെ നിർബന്ധമായിട്ട് നമ്മൾ ശീലിപ്പിക്കണം. അതിലൊക്കെ ഹൈറുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല അൽ ബറകത്തു തൻസിലു ഫീ വസതി ത്വആം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ബറകത്തു തൻസിലു ഫീ വസതി ത്വആം. ബറക്കത്ത് അല്ലാഹു ഭക്ഷണത്തിൽ ഇറക്കുന്നത് ഭക്ഷണത്തിന്റെ മധ്യത്തിലൂടെയാണ്, അതിന്റെ നടുവിലൂടെയാണ് അല്ലാഹു ബറക്കത്ത് ചൊരിയുക. അതുകൊണ്ട് തന്നെ ഫകുലൂ മിൻ ഹാഫിയതൈ, ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ സൈഡിൽ നിന്ന് കഴിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ തഅകുലൂ മിൻ വസതിഹി, ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മധ്യഭാഗത്ത് നിന്ന് കഴിക്കരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? മധ്യത്തിൽ നിന്നാണ് ബറക്കത്ത് ഇറങ്ങുക. അതെല്ലാ സൈഡിലേക്കും ഇങ്ങനെ വ്യാപിച്ചു വരികയാണ്. അപ്പൊ നീ സൈഡിൽ നിന്ന് കഴിക്കുക, നടുക്കുന്ന തന്നെ വേഗം ഉരുളെടുത്ത് കഴിക്കരുത്. അപ്പൊ ബാക്കിയുള്ളത് ബറക്കത്തില്ലാതാവും. ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവുക. നമ്മൾ ചോറ് വിളമ്പി ഒരു പാത്രത്തിലേക്ക്, ആ പാത്രത്തിൽ വിളമ്പി വെച്ചിരിക്കുന്ന ചോറിന്റെ നടുവിലാണ് അള്ളാഹു ബറക്കത്ത് നൽകുക. ആ ബറക്കത്ത് അതല്ലേ ഉള്ളൂ. എന്നാ പിന്നെ നടുവിൽ നിന്ന് കുറച്ചിങ്ങനെ തോണ്ടി ഒരു സ്പൂൺ കൊണ്ട് വേഗം കരിക്കിനകത്ത് നിന്ന് എടുക്കുന്ന പോലെ ഒരു സ്പൂൺ കൊണ്ട് തോണ്ടി അങ്ങ് എടുത്താലോ? അതല്ല പറഞ്ഞത്. ആ നടുവിലുള്ളത് നീ കഴിക്കുമ്പോൾ അങ്ങനെ അഥവാ കഴിച്ചാൽ തന്നെ ബാക്കി സൈഡിലുള്ളത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോവാൻ. അപ്പൊ എല്ലാ ഭാഗത്തും ബറക്കത്ത് ലഭിക്കണമെങ്കിൽ നീ നിന്റെ സൈഡിൽ നിന്ന്, നിന്റെ ഓരത്തിൽ നിന്ന് കഴിക്കുക. ഇത് ഒരു സാധനമാണെങ്കിലാണ് ഈ പറയുന്നത് കേട്ടോ. ഹദീസ് ഒരുപാടുണ്ട് ഈ വിഷയത്തിൽ. ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത് ഒരുപാട് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരു സഹാബി വര്യൻ വന്ന ഒരു ചെറിയ കുട്ടിയാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ടപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, നീ ബിസ്മി ചൊല്ലിയിട്ട് കഴിക്ക്. വകുൽ മിമ്മ യലീക, നിന്റെ അടുത്ത് നിന്ന് നീ കഴിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. അത് ഏത് ഭക്ഷണമാണ്? ഒരു തരത്തിലുള്ള ഭക്ഷണമാണ്, ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അടുത്ത് നിന്ന് തന്നെ കഴിക്കണം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ചോറ് കഴിക്കാം. അപ്പൊ ചോറ് കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന് തന്നെ കഴിക്കാം, ഒരു സാധനം തന്നെ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതേ സ്വഹാബി തന്നെയും വേറൊരു സദസ്സിൽ വന്നപ്പോഴത്തേക്കും സുപ്രയിൽ വന്നപ്പോൾ അവിടെ വിവിധങ്ങളാകുന്ന ഭക്ഷണങ്ങളുണ്ട്. മറ്റൊരു സ്വഹാബിയുടെ വീട്ടിൽ സൽക്കാരത്തിന് പങ്കെടുത്തത്. അപ്പൊ ഈ സ്വഹാബി വരിന് അടുത്തുനിന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം അടുത്തുള്ളത് എന്തോ മുന്തിരിയം കണ്ടാണ്, പാവം പിടിച്ചവൻ അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നബി പറഞ്ഞ്, അത് നീ മാറി മാറി എടുത്തോളി, എല്ലാ സാധനങ്ങളും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എടുക്കുമ്പോൾ സൈഡിൽ നിന്ന് എടുക്കണമെന്നർത്ഥം. ബാക്കി വേറെ ഓറഞ്ച് ഉണ്ടാകും, ആപ്പിൾ ഉണ്ടാകും, ഈന്തപ്പഴം ഉണ്ടാകും, വിവിധങ്ങളാകുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാകും. നീ ബിരിയാണി കഴിക്കാൻ വേണ്ടി ചെന്ന ഒരു സ്ഥലത്ത് തന്നെ ചിലപ്പോൾ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നിനക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ അവിടെ മാറിയിരിക്കുക. അപ്പോൾ മുസ്ലിയാർ പറഞ്ഞത് ഇവിടുന്ന് തുടങ്ങാനാണ്. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ ബാക്കിയുള്ള അപ്പുറത്തിരിക്കുന്ന കുഴിമന്തിയൊക്കെ വല്ലവനും തിന്നുകൊണ്ട് പോകും. എല്ലാം തീർന്നു, നിനക്ക് വെറുംചോറും കറിയും മാത്രം. അപ്പൊ അതുകൊണ്ട് അവിടെ നീ എന്ത് ചെയ്യുക, മറ്റുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്ന ക്വാണ്ടിറ്റി നീ ശ്രദ്ധിക്കണം. നീ നിന്റെ വയറ് നീ ശ്രദ്ധിച്ചോണം. 1/3 നിറയ്ക്കാവുള്ളൂ. എന്നാൽ ആ നിറയ്ക്കുന്നത് അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്തയിൽ കുറേശ്ശെ കഴിക്കുക. കഴിക്കുമ്പോൾ അതിൻ്റെതാകുന്ന അളവ് നീ ശ്രദ്ധിച്ചോണം.
പക്ഷെ വിവിധങ്ങളാകുന്ന ആഹാരം വരുമ്പോൾ നിന്റെ കൈ അവിടേക്കും ഇവിടേക്കും കൊണ്ടുപോകാം. ഒരിക്കലും അപ്പോൾ നീ ആ വിഷയം ശ്രദ്ധിക്കേണ്ടതില്ല. അതല്ലാതെ ഒരു സാധാ സീതാ ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത്, ഒരേ ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അപ്പോൾ നീ നിന്റെ പാത്രത്തിന്റെ അറ്റത്ത് നിന്ന് തന്നെ കഴിക്കണം. എന്തുകൊണ്ട്? നടുക്കുന്നിങ്ങനെ ബറക്കത്ത് നിന്റെ സൈഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.